നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം വലിയ ഒരു അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും കടന്നു വരുന്നത്. ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുകയാണ്. ആ വികസിത രാജ്യമായി മാറണമെങ്കിൽ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, പദ്ധതികൾ സാക്ഷാത്കരിക്കപ്പെടണം. അതിൻ്റെ ചുവടുവെപ്പുകൾ നടക്കുന്നുണ്ട് എന്നോ അന്ന് ഓക്ക്ലാൻഡിൽ നിന്ന് കേട്ട ഒരു പ്രഭാഷണത്തിലൂടെ നമ്മെ മനസ്സിലാക്കുകയാണ് റോബിൻ മാഷ്. നമുക്ക് കേൾക്കാം ആരാണ് അത് പറഞ്ഞത്, എന്താണ് ആ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പ്രഭാഷണം നടത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട പീയൂഷ് ഗോയലാണ്, കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി. അദ്ദേഹം ഓക്ക്ലാൻഡിൻ്റെ മണ്ണിൽ നിന്ന് ന്യൂസിലൻഡിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട്, ന്യൂസിലൻഡ് നമ്മളുമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് വിദേശ പ്രതിനിധികളും ന്യൂസിലൻഡിൻ്റെ പ്രധാനമന്ത്രിയും പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് അതിമനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത്. വാക്കുകളൊക്കെ ഉറച്ച വാക്കുകൾ, ഹ്രസ്വമായ ഒരു പ്രസംഗമായിരുന്നു. ഏതാണ്ട് ഒരു 10 മിനിറ്റൊക്കെ മാക്സിമം ഉള്ളൊരു പ്രസംഗമായിരുന്നു. പക്ഷേ ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച ആശയങ്ങൾ ആശയസമ്പുഷ്ടമായിരുന്നു, കൃത്യമായിരുന്നു, ലക്ഷ്യബോധമുള്ള ആശയമായിരുന്നു. അദ്ദേഹം ആ ആശയങ്ങൾ വെച്ചുകൊണ്ട് എന്തിനാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് വെച്ചാൽ 2047 ഇന്ത്യയുടെ GDP ഇപ്പോൾ 2028 ലക്ഷ്യമിടുന്ന ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഞങ്ങൾ മാറാനുള്ള ആ പദ്ധതിയുടെ തുടർന്ന് 100ാം സ്വാതന്ത്ര്യത്തിന് 100 വർഷം ആഘോഷിക്കുമ്പോൾ 47 ഞങ്ങൾ $32 ട്രില്യൺ എത്തും എന്ന അസന്നിഗ്ധമായി അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപനം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന പോലെ അല്ല ഓക്ക്ലൻഡിൽ ന്യൂസിലാൻഡിൽ നിന്ന് പ്രഖ്യാപിക്കുന്നത്. ഒരു വിദേശത്തെ മണ്ണിൽ വെച്ചിട്ട് ശക്തിയുക്തം അത് പറയുകയാണ്. ലോകമാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ അദ്ദേഹം ഒരു പ്ലാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ കൈവരിച്ച അവിശ്വസനീയമായ സാമ്പത്തിക വളർച്ചയുണ്ട്, ഭാവി ലക്ഷ്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.